ഗവൺമെന്റ് ജീവനക്കാർക്കായിട്ട് ഇൻഡസ്ഇൻഡ് ബാങ്ക് കഴിഞ്ഞ ദിവസം പുതിയൊരു ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ചിരുന്നു, സമ്മാൻ റുപേ ക്രെഡിറ്റ് കാർഡ്. അതിന്റെ വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ജസ്റ്റ് ഇൻഫർമേഷണൽ പർപ്പസിനായിട്ട് ചെയ്യുന്ന വീഡിയോ മാത്രമാണ്, അല്ലാതെ ഒരു പ്രൊമോഷണൽ വീഡിയോ അല്ലെങ്കിൽ ഒരു സജഷൻ വീഡിയോ അങ്ങനെയൊന്നുമല്ല. പലരും ഈ ഒരു കാർഡ് വേരിയന്റിനെ പറ്റി അറിയാനായിട്ട് യൂട്യൂബിലേക്ക് സെർച്ച് ചെയ്യും. സോ അവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. കാരണം ക്രെഡിറ്റ് കാർഡുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റ് ആണ്. ക്രെഡിറ്റ് കാർഡുകളുടെ പലിശ നിരക്ക് വളരെ ഉയർന്നതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന തുക നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉയർന്ന പലിശയും മറ്റു ഫൈനാൻസ് ചാർജുകളും നൽകേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് അത് മോശമാകാനും കാരണമാകും. സോ യൂസ് ഇറ്റ് റെസ്പോൺസിബിളി. ഇതുപോലുള്ള വീഡിയോകൾ തുടർന്ന് ലഭിക്കാനായിട്ട് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. പേഴ്സണൽ ഫൈനാൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മണിമലയാളം.com വെബ്സൈറ്റ് സന്ദർശിക്കുക, ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. ആമസോൺ പോലുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ഡെയിലി വരുന്ന ഓഫേഴ്സിനെ പറ്റി അറിയുവാൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇത്തരം ഓഫറുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്ന നേരത്തെ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായി സാധിക്കും. ലിങ്ക് ഇൻ ബിലോ. ഇൻഡസ്ഇൻഡ് ബാങ്ക് അവതരിപ്പിച്ച ഈ ഒരു കാർഡ് വേരിയന്റിന്റെ പേര് വരുന്നത് സമ്മാൻ റുപേ ക്രെഡിറ്റ് കാർഡ് എന്നാണ്. ഇതൊരു റുപേ വേരിയന്റ് ക്രെഡിറ്റ് കാർഡാണ്, റുപേ പ്ലാറ്റിനം വേരിയന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് UPI-യുമായിട്ട് ലിങ്ക് ചെയ്ത് നമുക്ക് മർച്ചന്റ് UPI പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു കാർഡിന്റെ റിവാർഡ് ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ക്യാഷ് ബാക്ക് ആണ്. ഒരു മാസം നമ്മൾ നടത്തുന്ന 20,000 രൂപ വരെയുള്ള റീറ്റെയിൽ ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് 1% ക്യാഷ് ബാക്ക് ലഭിക്കും. അതിന്റെ കണ്ടീഷൻ വരുന്നത് നമുക്ക് ഒന്നാമത്തെ കണ്ടീഷൻ 20,000 രൂപ വരെയുള്ള ട്രാൻസാക്ഷനുകൾക്ക് മാത്രമാണ് നമുക്ക് ഈ ഒരു 1% ക്യാഷ് ബാക്ക് ബെനിഫിറ്റ് കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ ഇങ്ങനെ കിട്ടുന്ന ക്യാഷ് ബാക്കിന് ഒരു ക്യാപ്പ് വരുന്നുണ്ട്. ഒരു ബില്ലിംഗ് സൈക്കിളിൽ പരമാവധി 200 രൂപ വരെ മാത്രമേ നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുകയുള്ളൂ. അതിൻ്റെ ഒരു ഇല്ലസ്ട്രേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 5,000 രൂപ ഒരു മാസം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 50 രൂപ നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും. 20,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം കിട്ടാവുന്ന ക്യാഷ് ബാക്കായി 200 രൂപ കിട്ടും. എന്നാൽ അതിന് മുകളിൽ നമ്മൾ ഒരു ബില്ലിംഗ് സൈക്കിളിൽ 30,000 സ്പെൻഡ് ചെയ്താലും 50,000 സ്പെൻഡ് ചെയ്താലും നമുക്ക് 200 രൂപ വരെ മാത്രമേ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടൂ. അതിന് മുകളിൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടില്ല. പിന്നെ ഈ ഒരു കാർഡിൽ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് ബുക്ക് മൈ ഷോയിൽ ബൈ 1 get 1 മൂവി ടിക്കറ്റ് ഓഫർ. നമുക്ക് 6 മാസത്തിൽ ഒരിക്കൽ നമുക്ക് ഒരു ബൈ 1 get 1 മൂവി ടിക്കറ്റ് കിട്ടുന്നുണ്ട്. നമുക്കിങ്ങനെ വർഷത്തിൽ 2 ടിക്കറ്റ് നേടുവാനായിട്ട് സാധിക്കും. നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ടിക്കറ്റിൽ 200 രൂപ, അങ്ങനെ ഒരു വർഷം നമുക്ക് 2 ടിക്കറ്റിൽ 400 രൂപ വരെയാണ് ഡിസ്കൗണ്ട് നേടാനായിട്ട് സാധിക്കുക. അതായത് ബൈ 1 get 1 മൂവി ടിക്കറ്റ് ഓഫർ. രണ്ടാമത്തെ ടിക്കറ്റിന് 200 രൂപ വരെ നമുക്ക് ഡിസ്കൗണ്ട് നേടാം. അതിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ ബാക്കി എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് റെയിൽവേ സർചാർജ് വേവർ വരുന്നുണ്ട്. ക്വാർട്ടർലി ഒരു 5,000 രൂപ വരെയുള്ള റെയിൽവേ ടിക്കറ്റ് ബുക്കിങ്ങിന് നമുക്ക് 1% സർചാർജ് നമുക്ക് വേവ് ചെയ്ത് കിട്ടും. എല്ലാ ക്വാർട്ടറിലും നിങ്ങൾ 5,000 രൂപ വരെയുള്ള എംബോണിയൻ റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മൊത്തം 4 ക്വാർട്ടറിൽ ആയിട്ട് നമുക്ക് മൊത്തം 200 രൂപ ഈ രീതിയിൽ സർചാർജ് വേവറായിട്ട് നമുക്ക് നേടുവാനായിട്ട് സാധിക്കും. നോർമൽ കാർഡാണെങ്കിൽ നമ്മൾ റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഇവിടെ സർചാർജ് ആപ്ലിക്കബിൾ ആണ്. പക്ഷേ ഈ ഒരു കാർഡിൽ നമുക്ക് സർചാർജ് നമുക്ക് ഇവിടെ വേവ് ചെയ്ത് കിട്ടുന്നുണ്ട്, 1% സർചാർജ് വേവർ. പിന്നെ നമുക്ക് ഫ്യൂൽ സർചാർജ് വേവർ വരുന്നുണ്ട്, 1% സർചാർജ് നമുക്ക് വേവ് ചെയ്ത് കിട്ടും. മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 400 രൂപയും മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 4,000 രൂപയുമാണ്. ഒരു ബില്ലിംഗ് സൈക്കിളിൽ നമുക്ക് അപ് ടു 3,000 രൂപ വരെ ഈ രീതിയിൽ സർചാർജ് വേവറായിട്ട് നേടുവാനായിട്ട് സാധിക്കും. മറ്റു ക്രെഡിറ്റ് കാർഡുകളിൽ ഉള്ളതുപോലെ നമുക്ക് സർചാർജ് വേവർ മാത്രമാണ് കിട്ടുന്നത്. സർചാർജിന്റെ GST നമുക്ക് വേവ് ചെയ്ത് കിട്ടുകയില്ല, നമ്മൾ നൽകേണ്ടതായിട്ട് വരും. അത് എല്ലാ ക്രെഡിറ്റ് കാർഡിനും ആപ്ലിക്കബിൾ ആണ്. പിന്നെ ഈ ഒരു കാർഡിന്റെ ചാർജുകൾ നോക്കിക്കഴിഞ്ഞാൽ ജോയിനിങ് ഫീസ് വരുന്നില്ല, 0 ആണ്. എന്നാൽ ആനുവൽ ഫീസ് വരുന്നുണ്ട്. എന്നാൽ അത് ചെറിയൊരു എമൗണ്ട് ആണ്, 199 രൂപ പ്ലസ് GST ആണ് ആനുവൽ ചാർജ് വരുന്നത്. എന്നാൽ അത് വേവ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. നമ്മൾ വർഷത്തിൽ 75,000 രൂപയ്ക്ക് മുകളിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ഫീസ് ഒഴിവാക്കി കിട്ടും. പിന്നെ ഈ ഒരു കാർഡിൽ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് നമുക്ക് ക്യാഷ് അഡ്വാൻസ് ഫീസ് വരുന്നില്ല. ക്യാഷ് അഡ്വാൻസ് ഫീസ് നമുക്ക് വേവ് ചെയ്ത് കിട്ടുന്നുണ്ട്. നോർമലി മറ്റു ക്രെഡിറ്റ് കാർഡുകളൊക്കെ ആണെങ്കിൽ ക്യാഷ് അഡ്വാൻസ് ഫീസ് ആപ്ലിക്കബിൾ ആണ്. നമ്മൾ എടുക്കുന്ന എമൗണ്ടിന്റെ 2.5% മിനിമം 500 രൂപയ്ക്കാണ് ക്യാഷ് അഡ്വാൻസ് ഫീസ് എടുക്കുന്നത്. പക്ഷേ ഒരു കാർഡിൽ ക്യാഷ് അഡ്വാൻസ് ഫീസ് വരുന്നില്ല, പക്ഷേ ഇൻട്രസ്റ്റ് ആപ്ലിക്കബിൾ ആണ്. ആ ഒരു കാര്യം ഓർക്കുക. പിന്നെ ഈ ഒരു കാർഡിൽ നമുക്ക് കുറച്ച് ഇൻഷുറൻസ് ബെനിഫിറ്റുകൾ കോംപ്ലിമെന്ററി ആയിട്ട് വരുന്നുണ്ട്. 1,00,000 രൂപയുടെ ലോസ്റ്റ് ബാഗേജ് കവറേജ്, പിന്നെ ഒരു 25,000 രൂപയുടെ ഡിലേഡ് ബാഗേജ് കവറേജ്, പിന്നെ ഒരു 50,000 രൂപയുടെ ലോസ് ഓഫ് പാസ്പോർട്ട് കവറേജ്, പിന്നെ ഒരു 25,000 രൂപയുടെ ലോസ് ഓഫ് ടിക്കറ്റ് കവറേജ്, പിന്നെ കണക്ഷൻ ഫ്ലൈറ്റ് മിസ്സായി കഴിഞ്ഞാൽ ഒരു 50,000 രൂപയുടെ കവറേജ്. അങ്ങനെ മൊത്തത്തിൽ ഈ കുറച്ച് ഇൻഷുറൻസ് കവറേജുകൾ നമുക്ക് ഈ ഒരു കാർഡിൽ വരുന്നുണ്ട്. ഈ ഒരു കാർഡിന്റെ പലിശ നിരക്ക് വരുന്നത് മന്ത്ലി ആകുമ്പോൾ 3.95% ആണ്. ആനുവൽ റേറ്റ് വരുമ്പോൾ 47.40% ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന തുക നമുക്ക് റീപേ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വരുന്ന ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് കൂടുതലാണ്. നോർമലി ഒരു സാധാരണ ക്രെഡിറ്റ് കാർഡിനേക്കാൾ കൂടുതലാണ് ഗവൺമെന്റ് സെക്ടർ ജീവനക്കാർക്ക് നൽകുന്ന ഈ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് വരുന്നത് അപ് ടു 50 ദിവസത്തേക്കാണ് ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് വരുന്നത്. പക്ഷേ നമ്മൾ ടോട്ടൽ ഡ്യൂ എമൗണ്ട് പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് നമുക്ക് ആപ്ലിക്കബിൾ അല്ല. നമ്മൾ ഡേ 1 തൊട്ട് നമ്മൾ ഇൻട്രസ്റ്റ് നൽകേണ്ടതായിട്ട് വരും. പിന്നെ ലേറ്റ് പേയ്മെന്റ് ഫീസ് വരുന്നത് നമ്മൾ ഉപയോഗിച്ച തുക നമുക്ക് റീപേ
റീപേ ചെയ്യാൻ പറ്റില്ല, ഡ്യൂ ഡേറ്റ് ആയിട്ട് റീപേ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് വരുന്നത് അപ് ടു 100 രൂപ വരെ ആണെങ്കിൽ ചാർജ് ഇല്ല. 100 രൂപയ്ക്ക് മുകളിൽ 500 രൂപ വരെ 100 രൂപയും, പിന്നെ 501 രൂപ മുതൽ 1000 രൂപ വരെ 350 രൂപയും, 1000 രൂപയ്ക്ക് മുകളിൽ 10000 രൂപ വരെ 550 രൂപയും, 10000 രൂപയ്ക്ക് മുകളിൽ 25000 രൂപ വരെ 800 രൂപയും, 25000 രൂപയ്ക്ക് മുകളിൽ 50000 രൂപ വരെ 1100 രൂപയും, 50000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ 1300 രൂപ പ്ലസ് GSTയുമാണ് ലേറ്റ് പേയ്മെൻറ്റ് ഫീസായിട്ട് വരുന്നത്. പിന്നെ ഓവർ ലിമിറ്റ് ചാർജ്, അതായത് നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്താലും ഒരു ഏകദേശം ഒരു 5% വരെയൊക്കെ നമുക്ക് എക്സ്ട്രാ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കാർഡ് കമ്പനികൾ അനുവദിച്ച് തരും. പക്ഷേ അങ്ങനെ അനുവദിച്ച് തന്നിട്ട് അതിനവർ ഓവർ ലിമിറ്റ് ചാർജ് എടുക്കും. ഓവറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എമൗണ്ടിൻ്റെ 2% മിനിമം 500 രൂപ പ്ലസ് GST ഓവർ ലിമിറ്റ് ചാർജ് ആയിട്ട് എടുക്കും. പിന്നെ റിട്ടേൺ ചെക്ക് ചാർജ് 250 രൂപയാണ്. പിന്നെ ഒരു കാർഡിന് ക്യാഷ് അഡ്വാൻസ് ചാർജ് വരുന്നില്ല, വേവ്ഡ് ആണ്. പിന്നെ ബാലൻസ് എൻക്വയറി ചാർജ് ഓൺ നോൺ ഇൻഡസ്ഇൻഡ് ബാങ്ക് ATM 25 രൂപ പ്ലസ് GST ആണ്. പിന്നെ ഫോറിൻ കറൻസി മാർക്കപ്പ് ഫീസ് 3.5% പ്ലസ് GST ആണ്. നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഇന്റർനാഷണൽ ട്രാൻസാക്ഷനിൽ ഓൺലൈനായിട്ട് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തിയാലും ഇനിയിപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ഉപയോഗിച്ചാലും ട്രാൻസാക്ഷൻ നടത്തുന്ന എമൗണ്ടിൻ്റെ 3.5% പ്ലസ് GST ഫോറിൻ കറൻസി മാർക്കപ്പ് ഫീസ് ആയിട്ട് ഈടാക്കും. പിന്നെ റെയിൽവേ ബുക്കിംഗ് സർചാർജ് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 1% സർചാർജ് നമുക്ക് വേവിച്ചത് കിട്ടും. മാക്സിമം അപ് ടു ഒരു കോട്ടല്ല 5000 രൂപ വരെയുള്ള ബുക്കിങ്ങിനാണ്. പക്ഷേ ബുക്കിംഗ് നടത്തേണ്ടത് IRCTC വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ IRCTC ആപ്പ് വഴി ആയിരിക്കണം. മറ്റു തേർഡ് പാർട്ടി ആപ്പാണെങ്കിൽ നമുക്ക് സർചാർജ് ഒഴിവാക്കി കിട്ടുകയില്ല. പിന്നെ ഫ്യൂവൽ സർചാർജ് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ 1% സർചാർജ് നമുക്ക് വേവിച്ചത് കിട്ടും. പിന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ബ്രാഞ്ച് വഴി ക്യാഷ് ഉപയോഗിച്ച് പേ ചെയ്ത് കഴിഞ്ഞാൽ 100 രൂപ പ്ലസ് GST ക്യാഷ് പേയ്മെൻറ്റ് ഫീസ് ഈടാക്കും. പിന്നെ GST വരുന്നത് 18%. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് റിക്വസ്റ്റ് 100 രൂപ പെർ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ റീഇഷ്യൂ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ചാർജ് വരുന്നത് കാർഡിൻ്റെ 100 രൂപ പ്ലസ് GST ആണ്. ചാർജ് സ്ലിപ്പ് റിക്വസ്റ്റ് ചാർജ് വരുന്നത് 300 രൂപ പ്ലസ് GST ആണ്. പിന്നെ ഡൈനാമിക് കറൻസി കൺവേർഷൻ ചാർജ് വരുന്നത് 1% മാർക്കപ്പ് ഫീസ്. പിന്നെ നമ്മൾ തേർഡ് പാർട്ടി മർച്ചൻസ് വഴി റെൻറ്റ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ടിൻ്റെ 1% പ്ലസ് GST റെൻറ്റ് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ ഫീസ് ആയിട്ട് ഈടാക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡസ്ഇൻഡ് ബാങ്ക് ഈയിടെ ഗവൺമെൻറ് എംപ്ലോയീസിനായിട്ട് ലോഞ്ച് ചെയ്ത സമ്മാൻ റുപേ പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡിൻ്റെ വിശദാംശങ്ങൾ. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല, ചുമ്മാ ഒരു കാർഡ് എന്ന രീതിയിൽ ഉപയോഗിക്കാം. ബെനിഫിറ്റ് നമുക്ക് ക്യാഷ് ബാക്ക് ബെനിഫിറ്റാണ് വരുന്നത്, കൊള്ളാം. പക്ഷേ ക്യാപ്പ് 200 രൂപ എന്ന് പറഞ്ഞൊരു ക്യാപ്പാണ് വരുന്നത്. പ്രത്യേകിച്ച് അതുകൊണ്ട് ഗുണമൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. നമുക്ക് അതിനേക്കാൾ നല്ല രീതിയിൽ ക്യാഷ് ബാക്ക് റിവാർഡ് പോയിന്റ് ബെനിഫിറ്റ് ഒക്കെ കിട്ടുന്ന മറ്റു കാർഡുകളുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ ഒരു കാർഡ് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ആണെങ്കിലും ഈ ഒരു ഗവൺമെൻറ് ജീവനക്കാർക്ക് നൽകാമായിരുന്നു, അത് നൽകിയില്ല. എന്തായാലും ഈ ഒരു കാർഡിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടുകൂടി